നേരത്തെ പറഞ്ഞ കുറേ ഐറ്റംസ് ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും കൂടുതൽ ഷെഫിന്റെ വായിന്ന് ചോദിക്കാനാണ്. നമ്മൾ ആദ്യം പത്തിരി ഉണ്ട് ഇവിടെ അല്ലേ, പത്തിരിയാണ് അല്ലേ, പത്തിരി. ഓക്കെ, പത്തിരി കാണിച്ചു ഷെഫ്. അത് കഴിഞ്ഞാൽ നമ്മുടെ കാശ്മീരി പുലാവ്, ഗീ റൈസ്, വെജിറ്റബിൾ സ്റ്റൂ, വെരി ഗുഡ്. പിന്നെ അപ്പത്തിന്റെ കോമ്പിനേഷൻ എന്താ വരിക? വെജിറ്റബിൾ സ്റ്റൂ ആണ്. അതും വെജിറ്റബിൾ സ്റ്റൂ അല്ലെങ്കിൽ ഫിഷ് കറി ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ രണ്ട് ചോയ്സ്. വെജിറ്റേറിയൻ ആണെങ്കിൽ ഇതുണ്ട്, പിന്നെ കടായി വെജ് ഉണ്ട്, കോഴി പൊരിച്ചത്, നാടൻ കോഴിക്കറി, ഓക്കെ, മീൻ കൊടംപുള്ളി ഇട്ടത്, അതാണ് നമുക്ക്. പിന്നെ അടിപൊളി മട്ടൺ എന്ന് പറഞ്ഞാൽ കുറേ നേരം നല്ല തിക് ഗ്രേവിയാണ്, നാടൻ കറിയാണ്. ഇത് പത്തിരിയുടെയും കഴിക്കാം അല്ലേ? വെരി ഗുഡ്. ഇതുള്ളത് നമ്മുടെ അവിടെ പറഞ്ഞ കേരളത്തിൻ്റെ പൊറോട്ടയും നല്ല ബീഫ് ഇളക്കിയില്ലെങ്കിൽ കേരളമില്ല. ഇത് നമ്മുടെ സ്ട്രീറ്റ് ഫുഡാണ്. കണ്ടപ്പോൾ തന്നെ നല്ല കൊച്ചുള്ളിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് അല്ലേ വളർത്തിയത് ഷെഫിൻ്റെ. പിന്നെ നമ്മുടെ സമൃദ്ധമായ സാലഡ്. നന്നായിട്ടൊരു ലൊക്കേഷനാണ് നിങ്ങൾ ഈ ഇഫ്താറിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞേയില്ല. എക്സാക്ട്ലി, അതാണ് അതിന്റെ ഫോക്കസ്. അതല്ലേ, ടു എക്സ്പ്ലോർ ദിസ് പ്ലേസ്, ദാറ്റ് ഈസ് ദ മെയിൻ. അതർവൈസ് നമുക്ക് വലിയ ഹോളുണ്ട്, 300 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഹോളുണ്ട്. ബട്ട് ദെൻ റാദർ പുട്ടിങ് ഇൻ ഇൻഡോർ നമുക്ക് പുറത്ത് ചെയ്യുന്നത് കുറച്ചുകൂടെ ഒരു ബെറ്റർ ആംബിയൻസ് നമുക്ക് സിറ്റിക്കകത്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. ഞാൻ മുഖ്യമായിട്ട് ചോദ്യം, ഇന്ന് നിങ്ങളുടെ അറിഞ്ഞത് ഇഫ്താർ പാർട്ടിയാണ്. ഇഫ്താർ പാർട്ടി എല്ലാ ദിവസവും ഉണ്ട് ഇവിടെ? എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ ബുക്കിംഗ് ബേസ്ഡ് കസ്റ്റമേഴ്സ് ആണ് ചെയ്യുന്നത്. അല്ലാതെ ചെറിയ നമ്പേഴ്സ്, അതായത് പീപ്പിൾ കം ആസ് വാക്ക് ഇൻ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അതർവൈസ് വി ഹാവ് ഡിഫറെന്റ് പാക്കേജസ്. അപ്പൊ ഇനിയിപ്പം ഈദിന് എന്തെങ്കിലും പരിപാടി? ഇതിൽ വി വിൽ ഹാവ് എ സ്പെഷ്യൽ ബുഫേ അറ്റ് അവർ റെസ്റ്റോറന്റ്. നമുക്ക് അത് പ്രമാണിച്ചിട്ടുള്ള സ്പെഷ്യൽ ബുഫേ വിൽ ഹാവ്. അതും you love to hear that what is happening. Certainly we will keep you posted. Okay, so thank you.